ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നൊരു കുഞ്ഞ് കിച്ചൺ ടിപ്സായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ കറക്റ്റ് പാകത്തിന് അരി ഉഴുന്നൊക്കെ ഇട്ട് അരച്ച് വെച്ചാലും ചില സമയത്ത് അത് ഫ്ലോപ്പായി പോകാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മാവ് അരച്ച് വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യോ കുറച്ച് നല്ലെണ്ണയോ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായ ഇഡ്ലിയും ദോശയും കിട്ടും. പിന്നെ വേറെ ഒരു സംഭവം ഞാൻ ഇവിടെ സീമച്ചേച്ചിയുടെ വീട്ടിൽ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, തലേന്ന് അരി ഉഴുന്നും അരച്ച് വെക്കുന്ന സമയത്ത് കറക്റ്റ് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കുന്ന മാവ് പിറ്റേന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഇളക്കാറേ ഇല്ല. നമ്മളൊക്കെ ആണെങ്കിൽ പിറ്റേന്ന് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ചേച്ചി അങ്ങനെ ഇളക്കാറേ ഇല്ല. അനക്കാണ്ട് മെല്ലെ എടുത്തിട്ടാണ് ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഉണ്ടാക്കുന്നത്. പക്ഷേ ചേച്ചി ഉണ്ടാക്കുന്ന ദോശ ഇഡ്ഡലിയൊക്കെ സോഫ്റ്റുമാണ്, അതിനോടൊപ്പം തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പോൾ ചേച്ചി ഇവിടെ ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ട് എന്താണ് അതിൻ്റെ സൂത്രം എന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേനെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പുകൾ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. എന്നിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്തേക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലം വിട പറയുകയാണ്. ബൈ.